പുനലൂർ നഗരഭരണം സ്തംഭനാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്ത് വന്നു. പുനലൂർ നഗരസഭയിലെ 36 വാർഡുകളിലെ ഭൂരിഭാഗം റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുകയാണ്. എന്നിട്ടും നടപടി സ്വീകരിക്കാൻ കഴിയാത്തത് നഗരസഭാ ഭരണകൂടത്തിന്റെ പിടിപ്പുകേടുകൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ ആരോപിച്ചു. പട്ടണത്തിലും വാർഡുകളിലും കുടിവെള്ളം കിട്ടാതായിട്ട് 10 ദിവസം പിന്നിടുന്നു. പരിഹാര മാർഗങ്ങൾ കാണാൻ കഴിയാത്തത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഉദ്ഘാടനം ആഴ്ചകൾക്ക് മുൻപ് നടന്നെങ്കിലും വാർഡുകൾ കേന്ദ്രീകരിച്ച് ഒരു പ്രവർത്തനവും നാളിതുവരെ നടന്നിട്ടില്ല. സ്കൂളുകൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇടറോഡുകളിലെയും വിദ്യാലയങ്ങളുടെ പരിസരത്തെയും കാട് നീക്കം ചെയ്യാനും സമയബന്ധിതമായി ഒരു നടപടിയും സ്വീകരിക്കാൻ ഭരണകർത്താക്കൾക്ക് കഴിയുന്നില്ല. കാലവർഷം പടിവാതിൽക്കൽ എത്തി നിൽക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കാടുപിടിച്ച പാതയോരങ്ങളും സ്കൂളുകളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുടെയും കാൽനടക്കാരുടെയും യാത്ര ദുരിതപൂർണമാക്കും. സ്കൂളുകൾ തുറക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്തത് തികച്ചും നഗരഭരണത്തിന്റെ വീഴ്ചയും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾക്ക് എത്രയും വേഗം അടിയന്തര പരിഹാരം കാണണമെന്നും പുനലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.